ജയരാജന്റെ പ്രതികരണം തന്നെയാണ് അത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെ പരിഹസിക്കുകയാണ് കണ്ണൂരിലെ ഇടത് സ്ഥാനാർത്ഥി എം വി ജയരാജൻ. മുഖ്യമന്ത്രിയെ ജയിലിൽ അടയ്ക്കണമെന്ന് പറഞ്ഞു നടക്കുകയാണ് രാഹുൽ ഗാന്ധി. കേരളത്തിൽ പറയുന്നതല്ല രാഹുൽ ഗാന്ധി ഡൽഹിയിലെത്തുമ്പോൾ പറയുന്നതെന്നും ശക്തമായി പ്രതികരിക്കുന്നത് ഇടത് പാർട്ടികൾ മാത്രമാണ് എന്നുമാണ് എം വി ജയരാജൻ ന്യൂസ് 8നോട് വ്യക്തമാക്കിയത്. ഇടത് സ്ഥാനാർത്ഥി ശ്രീ എം വി ജയരാജനാണ് നമുക്ക് ഒപ്പം ഉള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ ലാസ്റ്റ് ലാപ്പിലേക്ക് കടന്നു കഴിഞ്ഞു. പ്രധാനമായും അവസാന ലാപ്പിൽ പല കാര്യങ്ങൾ വോട്ടർമാരോട് പറഞ്ഞു. അവസാന ലാപ്പിൽ പെട്ടെന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെന്ന് കണ്ണൂർ മണ്ഡലം MP ഫണ്ട് ചെലവഴിക്കുന്നതിൽ വളരെ പിറകിലാണ്. എന്നാൽ 2014 മുതൽ 19 വരെ ഇവിടെ MP ആയിരുന്ന ശ്രീമതി ടീച്ചർ അന്ന് 100% MP ഫണ്ടും 901 പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിച്ചതാണ്. അതുപോലെ എന്നെ വിജയിപ്പിച്ചാൽ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ MP ഫണ്ടായി അനുവദിക്കുന്ന തുക മുഴുവൻ ഒരു നയപൈസയും പാഴാക്കാതെ ജനഹിതമനുസരിച്ചുള്ള പദ്ധതികൾക്ക് ചെലവഴിക്കുമെന്നും കണ്ണൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന കൊടുക്കേണ്ട ചില വികസന പ്രശ്നങ്ങളുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പരിഹരിക്കപ്പെടേണ്ട. അത് വിമാനത്താവളത്തിൻ്റെ വികസനം, കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം, ഒപ്പം കേന്ദ്ര പദ്ധതികൾ കണ്ണൂരിന് നേടിയെടുക്കാൻ കഴിയുന്ന ശ്രമവും ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് LDF വികസന തൽപരരായവരുമായി ചർച്ച ചെയ്തുകൊണ്ട് ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കിയിട്ടുണ്ട്. ആ മാനിഫെസ്റ്റോ അനുസരിച്ച് പ്രവർത്തിക്കും. ആ അടിസ്ഥാനത്തിൽ നിങ്ങളെല്ലാം വോട്ട് ചെയ്യണം എന്നുള്ള അഭ്യർത്ഥനയാണ് ജനങ്ങളോട് ഞാൻ നടത്തുന്നത്. ഇന്ത്യ മുന്നണി എന്ന നിലയിൽ ദേശവ്യാപകമായി സഖ്യമുണ്ട്. അതിൽ ചില ഘടകകക്ഷികൾ രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാണിക്കണം എന്ന ആവശ്യം ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരാൾ കേരളത്തിൽ വരികയും സ്വാഭാവികമായി ഇവിടെ ഇടത് നേതാക്കളെ അധിക്ഷേപിക്കുന്നു. പ്രത്യേകിച്ച് പിണറായി വിജയൻ, അദ്ദേഹത്തിനെതിരെ ED പ്രവർത്തിക്കുന്നില്ല എന്ന ആരോപണം വരുന്നു. നിയമ നടപടികൾ ഉണ്ടാകണമെന്ന് ആക്ഷേപം വരുന്നു. രാഹുലിന് പുറകെ പ്രിയങ്ക ഗാന്ധിയും സമാനമായി ഇടതുപക്ഷത്തെയാണ് ആക്രമിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ തെരഞ്ഞെടുപ്പിന്? രാഹുലും പ്രിയങ്കയും പിണറായി വിജയനെ ജയിലിലടക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് രാഹുലിൻ്റെ അളിയനും പ്രിയങ്കയുടെ ഭർത്താവുമാണ് ജയിലിൽ പോകേണ്ടത്. കാരണം കോടികളുടെ അഴിമതിയാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസിൻ്റെ ഭാഗമായി വടേരിയുടെ നേതൃത്വത്തിൽ നടന്നതെന്ന് ഇതിനകം തെളിഞ്ഞതാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിൽ വന്ന് രാഹുൽ പറയുന്നതല്ല ഡൽഹിയിൽ പോയി പറയുന്നത്. അത് ഒരു ദേശീയ രാഷ്ട്രീയ നേതാവിന് യോജിക്കാത്തതാണ്. ഡൽഹിയിൽ മുഖ്യമന്ത്രി കെജ്രിവാളിനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചതിനെതിരെ രാഹുൽ വർത്തമാനം പറയുമ്പോൾ ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രിയെ ജയിലിലടക്കുമെന്ന് പറയുന്നത് നാടത് തമാശയായിട്ട് എടുക്കൂ. അതൊരു കിങ്ങിണിക്കുട്ടൻ്റെ വർത്തമാനം പോലെ ഇരിക്കുന്നു. എന്ന് പറഞ്ഞാൽ രാഹുലിന് കിങ്ങിണിക്കുട്ടൻ്റെ രാഷ്ട്രീയ പ്രായമാണെന്ന് ജനങ്ങൾ വിലയിരുത്തിയാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയും. ഈ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്തൊരു തെരഞ്ഞെടുപ്പാണിത്. അങ്ങയുടെ മണ്ഡലത്തിലും വലിയൊരു ശതമാനം ന്യൂനപക്ഷ വോട്ടർമാരുണ്ട്. മലയോര മേഖലയിലുണ്ട്, തീരദേശ പ്രദേശത്തുണ്ട്, ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരൊക്കെ ഉണ്ട്. ഈ ന്യൂനപക്ഷ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അവരിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രതികരണം എന്താണ്? അവരോട് എന്ത് കാര്യങ്ങളാണ് ഇടത് സ്ഥാനാർത്ഥി പറയുന്നത്? മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷ മതവിശ്വാസികൾ വലിയ ഉത്കണ്ഠയിലാണ്. പൗരത്വ ഭേദഗതി നിയമം, മുത്തലാഖ് നിയമം പോലെയുള്ള നിയമനിർമ്മാണങ്ങളിലൂടെ മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരന്മാരായി കാണുകയും ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന അടിസ്ഥാന തത്വം ലംഘിച്ചുകൊണ്ടുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു. അതോടൊപ്പം RSS സംഘപരിവാർ സംഘടനകൾ ന്യൂനപക്ഷ വേട്ട ശക്തമായി നടത്തുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്നതാണ് തെലങ്കാനയിൽ മദർ തെരേസയുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് നേരെ സംഘപരിവാർ സംഘടന നടത്തിയിട്ടുള്ള അക്രമം നടത്തിയെന്ന് മാത്രമല്ല, അതിൽ ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പളിൻ്റെ കേസിൽ പ്രതിയാക്കുക എന്നുള്ളതാണ് ആശ്ചര്യകരമായത്. അത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്താണ്. അപ്പോൾ കോൺഗ്രസും BJPയും ഉത്തരേന്ത്യയിൽ നടപ്പാക്കുന്നത് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയ നിലപാടുകളാണ്. അതിനെതിരെ കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ ഈ രണ്ട് പാർട്ടികളെയും വിശ്വസിക്കാൻ കഴിയില്ലെന്നും ഇടതുപക്ഷമാണ് തങ്ങളുടെ രക്ഷയ്ക്കുള്ളതെന്നും തിരിച്ചറിയുന്നു. പ്രത്യേകിച്ച് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ലെന്ന് ആദ്യമായി പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമാണ്. ഇപ്പോൾ ബംഗാളും തമിഴ്നാടും കൂടി കേരളത്തിൻ്റെ നിലപാടിനൊപ്പം വന്നു.
അപ്പോഴും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയോ തെലങ്കാനയോ ഹിമാചൽ പ്രദേശോ ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ലെന്ന് പറയുന്നില്ല. അപ്പോൾ കോൺഗ്രസ് BJPയുടെ ബി ടീമല്ല എ ടീമിലെ പകരം കളിക്കാരെ നൽകുന്ന റിക്രൂട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയായിട്ട് അത് പൊതിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെ വരും എന്നാണ് പൊതുവെ കരുതുന്നത്? ഈ പ്രത്യേകിച്ച് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ LDF വിജയിക്കും, വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് തന്നെ ഭൂരിപക്ഷമൊക്കെ ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. LDF ഏതായാലും ജയിക്കും. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അതെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് താൻ എന്നാണ് ഇടത് സ്ഥാനാർത്ഥി MV ജയരാജൻ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ സുമേഷ് മോറാഴയ്ക്കൊപ്പം മനു ഭരത്, News 18 കണ്ണൂർ.